അതായത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, ചെറുവണ്ടികൾ, ടൊയോട്ട വണ്ടികൾ, ടൊയോട്ട ഞാൻ അടക്കി പറയാണ്, ടൊയോട്ട വണ്ടികളെല്ലാം ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് ഇവിടെ. സഫാരി കാസ് ആക്കിയത് ടൊയോട്ട വണ്ടികൾ തന്നെ. തീർച്ചയായിട്ടും. ഓക്കെ, അത് പ്രേക്ഷകർ പറയുന്നതുകൊണ്ട് തന്നെയാണ് അവർ നോക്കുന്നുണ്ട്. ആവശ്യമില്ലോണ്ടാവും, ആവശ്യമില്ലാത്തതുണ്ടാവും. നമ്മൾ എത്തിക്സിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പൊ നമ്മളൊരു ഇതൊരു വാഹനം വിൽക്കുന്ന ഷോറൂമാണ്. പക്ഷെ ഇവിടെ പൂച്ചുണ്ട്, മീനുണ്ട്, എല്ലാം ഉണ്ട്, കുതിര വരുന്നുണ്ട്, ഇവിടെ പാമ്പ് വരും. നമ്മളെ ഇഷ്ടങ്ങൾ എന്താണോ ആ ഇഷ്ടങ്ങളും. നമ്മളെ 5 മക്കളും ഇവിടെ ഉണ്ട്. 25 സ്റ്റാഫ് ഉണ്ട് എനിക്ക്. ഈ 25 ആളും കരുവാരൻ്റെ കുട്ടികളമാര്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് രസത്തിൽ ചിലപ്പോ 12 മണി വരെ ഞങ്ങൾ ഉണ്ടാവും ഫുഡൊക്കെ കഴിച്ച്. അതായത് ഇപ്പൊ നമ്മൾ 2-3 വണ്ടി കൊടുത്ത് നെക്സ്റ്റ് ക്ലാസ് നമ്മളെ വീഡിയോയിലൊക്കെ ഉണ്ടായില്ല. ഒരു വണ്ടി കൊടുത്താൽ തന്നെ അത് മേബാക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിന്റെയൊക്കെ റിസൾട്ട് ഭയങ്കരമാണ്. കാരണം പ്രീമിയം നല്ല അടിപൊളി. പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇത് വർക്ക് എടുക്കുമ്പോൾ ഈ മേബാക്ക് ആയിക്കോട്ടെ, GLS ആയിക്കോട്ടെ, പ്രീമിയം വണ്ടികളായിക്കോട്ടെ, അതിന്മേൽ തൊടുമ്പോൾ അതിന്റെ കറക്റ്റ് തൊട്ടില്ലെങ്കിൽ ഇതിന്റെ വയറിംഗ് കിറ്റ് കാര്യങ്ങൾ കോംപ്ലിക്കേഷൻസിൽ വന്നാൽ മെക്കാനിക് ട്രബിൾ വരും. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 2019 കാലഘട്ടത്തിലാണ്. അപ്പോൾ 2020 പല ഷോറൂമുകാരെ നമ്മളെ വിളിക്കാറുണ്ട് പല സ്ഥലത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 2020 നമ്മളൊരു സ്ഥലത്ത് എത്തിപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ടെന്ന സ്ഥലം, അതായത് ഒരു ഗ്രാമം, ഉൾഗ്രാമമാണ്, നല്ല പ്രകൃതി രമണീയമായൊരു ഗ്രാമം. അവിടെ നമ്മൾ എത്തപ്പെട്ടു. നമ്മളൊരാൾ വിളിച്ചിട്ട് വന്നതാണ്. അന്ന് അത് ചെറിയൊരു ഷോറൂം, ചെറിയൊരു രീതിയിൽ അവർ കൊണ്ടുപോയായിരുന്നു. ഇന്നത് വളർന്ന് പന്തലിച്ച് ഒരു വലിയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു സഫാരി കാസ്. അൻഫാൽക്കാ, താങ്ക് യു തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷം പറയാനില്ല. അത്രയും വർഷത്തെ യാത്രയാണ്. തീർച്ചയായിട്ടും അന്ന് തുടങ്ങിയ ബന്ധാണ് ഇന്നും ഞങ്ങള് അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും ഒരുപാട് സ്നേഹത്തോടെ ജിതിനെ വീണ്ടും നമ്മൾ സഫാരി കാർസിലോട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല, എപ്പോഴും സഫാരി കാർസിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അൻഫാൽക്കാന്റെ പുതിയ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ കുറച്ചായി വന്നിട്ട് തീർച്ചയായിട്ടും ഫുള്ള് തിരക്കിലായിരുന്നു. നമ്മളെ സൗദി പോണിന്റെ മുന്നൊന്ന് നമ്മൾ നോക്കി, പക്ഷെ അപ്പത്തിന് നടന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇതിനും ബിസിയാണ്, ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചു കൊടുക്കാണ്. അപ്പോൾ രണ്ടും കൂടി ഒത്തു കിട്ടിയപ്പോ നമ്മൾ ചെയ്യാണ്. എന്തായാലും കുറച്ച് വാഹന വിശേഷങ്ങളും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ, നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാം. നിങ്ങളെ ഫോളോവേഴ്സും നമ്മളെ വ്യൂവേഴ്സും എല്ലാവരും കാണാനാണല്ലോ, രണ്ടുപേര് വിശേഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു വീഡിയോ. തീർച്ചയായും. പിന്നെ കുറച്ച് പ്രീമിയം വണ്ടികളുണ്ട്, ചെറിയ ടൊയോട്ട ഫോർച്യൂണറുകളുണ്ട്, ചെറുവണ്ടികളുണ്ട്, എല്ലാം വിശേഷങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, വണ്ടീനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ചാനലിലുണ്ട്, വാട്സപ്പിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും സഫാരി കാസ് അടിച്ചാൽ സഫാരി കാസിന്റെ ഫുൾ ഡീറ്റെയിൽ അതിലും കിട്ടും. തീർച്ചയായിട്ടും. ഓക്കെ, യൂട്യൂബ് ചാനലിൽ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഒരു മാരുതി 800 നമുക്ക് തുടങ്ങാം. അതെ, ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ മോഡിഫൈ ചെയ്ത 800 ഞാനും കണ്ടിട്ടില്ല. ഞാൻ വീഡിയോ എടുത്ത് കൂടെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ വണ്ടി ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചോദിച്ചാണ്ട്. അതായത് നമ്മളൊരു വണ്ടിക്ക് ഏതൊരു സാധാരണക്കാരനും വണ്ടി ആഗ്രഹിക്കുമ്പോ ഫസ്റ്റ് പറയാം ഒരു മാരുതി 800 എങ്കിലും എന്നാ പറയാം. എങ്കിലും അതാണ് നമ്മളെ നാട്ടുകാർ പ്രത്യേകിച്ചു ഇന്ത്യക്കാരുടെ കാറായിരുന്നു സ്വപ്നമാണ്. അപ്പൊ മാരുതി 800 വേറൊരു തലത്തിലേക്ക് മാറ്റിയൊരു വണ്ടിയാണ്. അതെ, തീർച്ചയായും. നമ്മൾ ചെയ്തല്ല, ഒരു കസ്റ്റമർ ചെയ്താണ്. യഥാർത്ഥ വണ്ടി പ്രാന്തം ചെയ്താണ്. അങ്ങനെ ആവില്ല. അത്രത്തോളം ഈ വണ്ടിമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 ലക്ഷം റുപ്യക്ക് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. 3 ലക്ഷത്തിന്റെ അടുത്ത് ഈ വണ്ടിമേ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. 2009 മോഡല് മാരുതി 800 ആണ് ഈ ചെയ്തിട്ടുള്ളത്. ഇതുണ്ടോ ബമ്പറിൽ സ്കേർട്ടിങ്, ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ, അത് ലുക്കാണ് കേട്ടോ. അലയില് നമ്മള് പ്രീമിയം വണ്ടിയിലൊക്കെ കാണുന്ന പോലത്തെ അലയില് സൈഡ് മിറർ മാറ്റി, സൺറൂഫ് BMW എടുക്കണ്ട, മാരുതി 800 സൺറൂഫ് പ്രോപ്പർ വർക്കിംഗ് ആണ്. അതായത് അതെ, ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാല് സീറ്റ് പോർഷന്റെ ഒക്കെ സീറ്റ് പോലത്തെ സീറ്റ്, 4 ഡോർ പവർ വിൻഡോ, അൾട്ടോന്റെ സ്റ്റിയറിംഗ്, നല്ല അടിപൊളി സ്റ്റീരിയോ, ഒട്ടനവധി ഫിറ്റിങ്സ്. പിന്നെ RTOക്ക് പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. അത് നമ്മൾ ഇവിടുന്ന് കൊടുക്കുമ്പോ തന്നെ പറയും ഇത് ഓരോ ഉത്തരവാദിത്തത്തിൽ. കുറച്ച് മൈക്ക കാരണം ഓണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒഴിച്ച് ബാക്കിയൊക്കെ അലൗഡാട്ടോ. അതേപോലെ സൈഡ് സ്കേർട്ടിംഗ് ഉണ്ട്. അതേപോലെ വണ്ടിയുടെ സേഫ്റ്റിനെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ പെർഫെക്റ്റ് ആയിട്ടാണ്. അതേപോലെ റിയർ വൈപ്പർ ചെയ്തിട്ടുണ്ട്. ബാക്ക് ബമ്പറിൽ LED ടെയിൽ ലാമ്പ് കാര്യങ്ങള് ഒക്കെ ചെയ്തൊരു അടിപൊളി വണ്ടി മാരുതി 800 2009 മോഡൽ. AC കാര്യങ്ങൾ ഓടിക്കാനൊക്കെ നല്ല വർക്കിംഗ് ആട്ടോ. എന്തായാലും ഇതിനൊരു മോഹവില ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്യാമറ കാര്യങ്ങൾ മോഹവിലല്ല, ശരിക്കും അൾട്രേഷൻ ചെയ്ത വിലയും പാടെ ചോദിക്കുന്നില്ല. ഫൈനല് 2,75,000 രൂപ. 2,75,000. 2009 മാരുതി 800 വില പറഞ്ഞാൽ 75ന്റെ
1,00,000 ഉള്ളിലാണ്. ഇത് അങ്ങനെ കൂട്ടാൻ പറ്റൂല. ഇതിപ്പോ മോഡിഫൈ ചെയ്ത 3ന്റെ മുകളിൽ പോയി പറഞ്ഞത്. പക്ഷെ അത്രയും ചോദിക്കുന്നത് കസ്റ്റമർ പറഞ്ഞത് 3,00,000 അടുത്തായി. എന്തായാലും അത് ഇതിമ കാണാനുണ്ട്, നമ്മൾ ചെയ്തു വരുമ്പോൾ അറിയാലോ. പിന്നെ ഈ ബോഡി ലൈനിങ് ആണെങ്കിലും വണ്ടിന്റെ വൃത്തിയാണെങ്കിലും ഇതിനെന്തായാലും ആരാധകരുണ്ടോ, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന്റെ കസ്റ്റമർക്ക് എന്തൊക്കെ റാലിയിൽ മറ്റേ സമ്മാനമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു ഇങ്ങനെ മോഡിഫൈ ചെയ്തോണ്ട്. ശരി, അങ്ങനെ കുറെ ക്ലബ്ബുകൾ ഉണ്ടല്ലോ അതിലൊക്കെ. ഇത് പ്രോപ്പർ വണ്ടി പ്രാന്തനുള്ള വണ്ടിയാണ്. അതെ അതെ, അങ്ങനെ ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്യുന്നതാണ്. അത്രേ ഉള്ളൂ. അതായത് നമുക്ക് ഒരുപാട് ഇഷ്ടമായി, നമ്മൾ വണ്ടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ എന്തായാലും പറ്റും. അതേപോലെ നമ്മളിത് 2 വിന്റേജ് പിന്നെ SSIT ഉണ്ട്, 1985-ലും 86-ലും വരുന്നത്. അത് നിങ്ങളെ വീഡിയോയിൽ സൈഡിൽ കാണിച്ചാൽ താല്പര്യമുള്ള ആളുകൾ വന്നോട്ടെ. റെഡ് ഒരു ബ്ലൂ, റെഡ് ബ്ലൂ. പിന്നെ 1962-ൽ വന്ന അംബാസഡർ. അതേപോലെ 1990-ൽ വന്ന ഫിയറ്റ് പത്മിനി, ടാറ്റ എസ്റ്റേറ്റ്. അതൊക്കെ നമ്മളെ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിലുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, ചെറുവണ്ടികൾ, ടൊയോട്ട വണ്ടികൾ, ടൊയോട്ട ഞാൻ ഇടയ്ക്ക് പറയാണ്, ടൊയോട്ട വണ്ടികളെല്ലാം ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. ഇവിടെ സഫാരി കാസ് ആക്കിയത് ടൊയോട്ട വണ്ടികൾ തന്നെ. തീർച്ചയായിട്ടും. അപ്പോൾ ടൊയോട്ട വണ്ടികൾ, പിന്നെ പ്രീമിയം കാറ്റഗറി, അതിൽ തന്നെ വിന്റേജ് സെഗ്മെന്റ്, എല്ലാ ടൈപ്പും കിട്ടുന്ന ഷോറൂം. അതിന്റെ വളർച്ച എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടവർക്ക് അറിയാം. ഈ 3-4 വർഷം കൊണ്ട് സ്ലോലി ഒറ്റയടിക്കട് ഇതാക്കി പായണില്ല. കഴിവിന്റെ പരമാവധി നമ്മളെ കൊണ്ട് കഴിയണ പരമാവധി ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു കസ്റ്റമറെ വെറുപ്പിക്കാതെ, ഒരു കസ്റ്റമറെ പറയിപ്പിക്കാതെ. ഇപ്പൊ ജിതിൻ ഇവിടെ വന്ന് വീഡിയോ ചെയ്യുമ്പോൾ, ജിതിൻ വീഡിയോയിൽ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ജിതിന്റെ പേരുമ്പാടെ നോക്കണം. നാളെ ജിതിൻ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എന്റെ ത്രൂ വരുന്ന നെഗറ്റീവ് ജിതിന് കേട്ടാ ജിതിൻ വരുന്നില്ല, ഉറപ്പല്ലേ? അല്ല, അതുകൊണ്ടാണ് നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു ടെൻഷൻ മാത്രമല്ല, ധൈര്യമായിട്ട് നമുക്ക് എന്താ പറയാ, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ഷോറൂമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം, ഒന്നും നോക്കാനില്ല. ഈ വാക്കുകൾ നിലനിർത്താൻ നമ്മള് മരണം വരെ പോരാടും. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. തീർച്ചയായും. അടുത്ത സഫാരി കാസ് ആക്കിയ ഇന്നോവ. അതെ, ഇന്നോവയാണ്. ഇന്നോവനെ പറ്റി പറയുമ്പോഴേ, ഇന്നോവ ഇപ്പൊ നമ്മളടുത്ത് ഒരു 3-4 വണ്ടിയേ ഉള്ളൂ, സ്റ്റോക്ക് ഉള്ളൂ. അതായത് വണ്ടികൾ ഒരുപാട് വരും. ഇവിടെ ബുക്കിംഗ് അല്ലേ, വെയിറ്റിംഗ് അല്ലേ, വീഡിയോ ചെയ്യലില്ല. എന്നെ പലരും വിളിക്കാറുണ്ട്. പലരും വിളിച്ചിട്ട് ഞാൻ ഒരു സഫാരി കാസിൽ വിളിച്ചു നോക്കി, എനിക്ക് ഉറപ്പില്ല, ചിലപ്പോ അവിടെ ബുക്കിംഗ് ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ട് തന്നെ പറയല്. അത് നമുക്ക് വിളിക്കുന്ന കസ്റ്റമർ, ഇവിടെ വരുന്ന കസ്റ്റമർ, ഇത് 2 നമ്മൾ ലെഡ്ജറിൽ വേറെ നോട്ട് ചെയ്യും. ഇവിടെ ഒരു കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമറെ നോട്ട് ചെയ്തിട്ട് ഇവിടെ ഫസ്റ്റ് വരുന്ന വണ്ടി അദ്ദേഹത്തിന് ലിസ്റ്റ് വിട്ടിട്ട്, അത് നമ്മളെ കമ്മിറ്റ്മെന്റ് ആണ്. അതാണ് ആ വിട്ട് കൊടുത്തിട്ട് നമ്മൾ അടുത്ത വിളിക്കുന്ന ആൾക്കാർക്ക് ഈ ലിസ്റ്റ് കൊടുക്കുള്ളൂ. അവർക്ക് വേണ്ട പറഞ്ഞാൽ അടുത്ത ആൾക്കാർക്ക് കൊടുക്കുള്ളൂ. ഇന്നൊക്കെ അത്രയും നമുക്ക് ബുക്കിംഗ് ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ജനുവരി ലാസ്റ്റോട് കൂടി ഒരു 10-15 വണ്ടി വരാണ്ട് പർച്ചേസിംഗ് നടന്നുകൊണ്ട് 2015 മോഡൽ, പിന്നെ G4 സെക്കൻഡ് ഓണർഷിപ്പിലുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊരു വണ്ടി. അതായത് റീ രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കാൻ പറ്റിയതാണ്. എവിടെയെങ്കിലും NOC എടുത്തില്ല, NOC എടുത്തു കൊടുക്കാൻ പറ്റും. ഇത് 8.75 2015 ലാസ്റ്റ് വന്ന ഈ സാധനമാണ്. നമ്മള് ഫസ്റ്റ് തുടക്കത്തിൽ 6.75-നും 7.75-നും വീഡിയോ അത് മാറി. അറിയാം, മൊത്തത്തിൽ മാർക്കറ്റ് മാറി, വേരിയേഷൻ വന്നിട്ടുണ്ട്. നമ്മളെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. സഫാരി കാസിന്റെ പഴയ വീഡിയോ അടിച്ച് നോക്കിയാൽ നമ്മളെ ചാനലിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അപ്പൊ ഇത് 2 എയർ ബാഗ് വരുന്ന G4 ആണ്. ലാസ്റ്റ് ഇറങ്ങിയ 16 കൂടി ഇന്നോവ നിന്നു. ആ ലാസ്റ്റിൽ വന്ന വേരിയന്റ്. പിന്നെ ഇവിടെ നിന്ന് എടുക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അടുത്തൊരു ജനറൽ സർവീസിൽ നോക്കിയാൽ മതി. ഇനി ഓൾക്ക് ഇത് അതുമാടെ പറയാം, നമുക്ക് എടുക്കണോല് ഇനി ഇത് ചെക്ക് ചെയ്യാതെ എടുത്താലും ഓൾക്ക് 2-3 അല്ലെങ്കിൽ 5 ദിവസത്തെ ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം. ഷോറൂമിലോ വർക്ക്ഷോപ്പിലോ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തോ. ഓൾക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ കാരണം പറയണ്ട, തിരിച്ചു കൊണ്ട് തന്നാൽ മതി. ആ ഒരു ടൈമിന്റെ ഉള്ളിൽ, ആ 5 ദിവസത്തിനുള്ളിൽ, 5 മാസം 6 മാസം ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് അത് ഇതെന്ന് പറഞ്ഞ് കാരണം അവർ ഉപയോഗിക്കണ വണ്ടിയാ. ഇത് അവരെന്ത് ചെയ്തു എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു 5 ദിവസം ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കണതിനെ സംബന്ധിച്ച് അത് മതി, അവർക്ക് ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, കിലോമീറ്റർ, 100% നമ്മൾ ഗ്യാരണ്ടി എല്ലാ വണ്ടിക്കും. അത് ഓരോന്ന് കാര്യത്തിൽ നമ്മൾ പറയണ്ട, അത് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്നുള്ള ഗ്യാരണ്ടി എടുത്ത് പറയുന്നില്ല. അത്രേ ഉള്ളൂ. അടുത്തത് ഒരു വൈറ്റ് ഇന്നോവ ഉണ്ട്, നമ്മൾ ഇത് 2009 മോഡലാ. കാണാൻ 2015 ചിലപ്പോൾ ലുക്ക് ഉണ്ടാവും. അതെ, കണ്ടില്ലേ കംപ്ലീറ്റ് ഇതൊരു ബ്ലൂ കളറിലേന് വണ്ടി. നമ്മളൊരാൾക്ക് ഇതേപോലത്തെ ഒരു വണ്ടി കൊടുത്തിരുന്നു, വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിൽ. അത് നന്നായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വീഡിയോ ഒക്കെ ഇട്ടു. അപ്പൊ അതേ തീമിൽ ഒന്ന് ചെയ്തതാണ്. വൈറ്റ് കളർക്ക് മാറ്റി ബ്ലാക്ക് ഗ്രില്ല്, റൂഫ് ബ്ലാക്ക്, മിറർ ബ്ലാക്ക്, നല്ല അലൈവിയില്, അതേപോലെ സ്കേർട്ടിങ്, ടെയിൽ ലാമ്പ്, LED, പുതിയ സീറ്റ് കവർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് പണിയെടുത്തു. ഒരു പുതിയ വണ്ടിന്റെ ഫീല്. 2009 G4 G4 അല്ലെ
ബി ആണല്ലേ? ഓക്കെ ഓക്കെ, അലോയ്സ് കാര്യങ്ങളൊക്കെ രണ്ട് എയർ ബാഗ് വരുന്ന ഫീ. അന്നത്തെ ടോപ്പ് ആണ് കേട്ടോ ഈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിപ്പോ എത്രയാ? ഇത് NOC തന്നെ? അല്ല, ഇത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കും. എല്ലാം കഴിഞ്ഞ പോലെ അവരെ പേർക്കാക്കി ഇൻഷുറൻസും കാര്യങ്ങളും കംപ്ലീറ്റ് റെഡി ആക്കിയിട്ട് 5,60,000 രൂപക്ക് ഫൈനൽ കൊടുക്കാം. 5,60,000 നിങ്ങളുടെ പേരിലാക്കിയതിന് ശേഷം നമ്മളെ വീഡിയോയിലൊക്കെ 5,45 പ്രൈസ് പറഞ്ഞതാ. ശരി, നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആണ്. 5,60,000 ഫൈനൽ. ഓക്കെ, 5,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം. അവരെ പേർക്കാക്കി കംപ്ലീറ്റ്, അവരൊന്നും അറിയണ്ട, എല്ലാം നമ്മള് ഫുള്ള് പേരിലാക്കി. ഇപ്പൊ പേപ്പറിന് ഇതായിട്ടുണ്ടാവും അല്ലേ? ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫുള്ള് നിങ്ങളുടെ പേരിലാക്കി തരുന്നതാണ്, ഒന്നും നോക്കാനില്ല. ഇനി ഏതാ വണ്ടി? ഇനിയപ്പോ അടുത്ത കാണിക്കാല്ലതേ, നമുക്ക് ലോ കിലോമീറ്റർ വണ്ടികളൊന്ന് പറഞ്ഞാലോ? ആയിക്കോട്ടെ. ലോ കിലോമീറ്റർക്ക് പോകുമ്പോ ഒരാളുടെ അനുമതി ചോദിക്കാണ്ട്. ആരോടാ? നമ്മളെ അനിയൻ. കാരണേ ആഫിപ്പോ വൈറലാണ്. അതെ. അപ്പൊ കുറച്ച് വണ്ടി ഇന്നലെ മിഞ്ഞാന്നായിട്ട് ഇവര് പർച്ചേസ് ചെയ്തു. അവിടെ ഫസ്റ്റ് ചെയ്യാൻ വരുമ്പോ എന്താ പറയാ, ചെറിയ പയ്യൻ, ചെറിയ കുട്ടി. അതെ ഇറങ്ങിയിട്ടില്ല. ഓനെ റോട്ടിൽ തന്നെ ഞങ്ങൾ ഇവിടെ ഇല്ല, സൈക്കിൾ മടക്കി. അതെ. പെട്ടെന്ന് ഓന് ഇവിടേക്ക് എൻട്രി കൊടുത്ത് സത്യത്തിൽ നമ്മളൊക്കെ നെട്ടിച്ചിട്ടാണ് അവന്റെ ഇത്. കാരണം എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കസ്റ്റമറെ ഡീൽ ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും. അപ്പൊ നമ്മൾ ഇവിടെ വരുന്നവർക്ക് നമ്മളെ വേണ്ട, ഓനെ കിട്ടിയാൽ മതി. അപ്പോൾ ഓന് ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് ഇവര് പർച്ചേസ് ചെയ്ത 1-2 വണ്ടി ഉണ്ട്. ഞാൻ നിൽക്കാം, നമുക്ക് അതൊക്കെ ഒന്ന് കാണിക്കാം. ലോ കിലോമീറ്ററിൽ കാണിക്കുമ്പോ ഇപ്പൊ ഏതൊക്കെയല്ലേ? കിയ സോണറ്റ്, സെലേറിയോ, വാഗനർ, ടാറ്റ ഹാരിയർ, വെന്യൂ ഒക്കെ ഉണ്ട്. ഒക്കെ 5,000, 6,000, 10,000, 12,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അങ്ങനത്തെ ചെറിയ സെഗ്മെന്റ് ലോ കിലോമീറ്റർ. അത് വേണം. 3 വാഹനം ഉണ്ട്. കിയയുടെ സോണറ്റ്, സെലേറിയോ, ന്യൂ ഷേപ്പ്, വാഗനർ അല്ലേ? പിന്നെ വേറെ ഉണ്ട്, അതും വേറെ ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ലോ കിലോമീറ്റർ കാണിക്കുമ്പോഴേ 2023, 22, 21 മോഡൽ വണ്ടികളേക്കാരം. ഓക്കെ, അപ്പൊ അതിന്റേതായ ഡിഫറൻസ് ഉണ്ടാവും. പുതിയ വണ്ടി എടുക്കാൻ പോണവർക്ക് കമ്പയർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ. ഇത് കിയ സോണറ്റ്. കിയ സോണറ്റിൽ ഫുൾ ഓപ്ഷൻ വണ്ടി, GT ലൈൻ. GT ലൈനിൽ സൺറൂഫ് അടക്കം വരുന്ന വണ്ടി. അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ പറഞ്ഞോളൂ. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോഡല് 2022 മോഡൽ. സിംഗിൾ ഓണർ, GT ലൈൻ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. 22 എന്ന് പറയുമ്പോൾ 26 വരെ കമ്പനി വാറണ്ടി വരാൻ എഞ്ചിൻ ബോക്സ് ഒക്കെ വാറണ്ടി ഇല്ല. സിംഗിൾ ഓണർഷിപ്പിലാണ്. ഇത് പ്രൈസ് നമുക്കൊരു 15,70,000 രൂപയ്ക്ക്. 15.75 ലക്ഷത്തിന് അല്ലേ? ഏറ്റവും ടോപ്പനാണ്. സോണറ്റിൽ ഏറ്റവും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 12,000 അന്വേഷിച്ചാൽ മതി. 3-4 ലക്ഷം 5 ലക്ഷം രൂപേന്റെ അടുത്തേക്ക് വ്യത്യാസം ഉണ്ടാവും. അതെ, തീർച്ചയായും. അതായത് കമ്പനി വാറണ്ടി തന്നെ കിടക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ക്ലെയിം ചെയ്തെടുക്കാം വാറണ്ടി അല്ലേ? ഓണർഷിപ്പിലാണ്. ഇത് നല്ലൊരു ഓഫറാണ്. GT ലൈൻ അറിയുമ്പോൾ ഒരു പ്രീമിയം വണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഉണ്ട് ഇതില്. അത്രയും ഫീച്ചേഴ്സ് വരും. ഓക്കെ, അപ്പൊ അതിലൊരു കോമ്പാക്ട് SUV വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, ഇത് നമ്മൾ സെലറിയിലൊക്കെ വരാണ്. മൈലേജിന്റെ രാജാവ് അല്ലേ? ഇത് 2022 മോഡല്, മാനുവല്, ആകെ 6,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 6,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. ഇത് പേഴ്സണലി ഓടിച്ചിട്ട് മൈലേജ് നോക്കിയിട്ടുണ്ടോ? അറിയോ? ഓക്കെ, വന്നിട്ടേ ഉള്ളൂ അല്ലേ? അല്ല, പൊതുവെ പുതിയ സെലറിനെ കൊണ്ട് നല്ല മൈലേജ് ആണെന്ന് കേട്ടിട്ടുണ്ട്. 7.25 ലക്ഷം രൂപേന്റെ അടുത്തേറ്റാണ് ഓൺ റോഡ് പ്രൈസ് തോന്നുന്നുണ്ട്. ഇപ്പൊ ഒരു 30,000-40,000 രൂപ ഓഫർ ഉണ്ടോ? ഓഫർ എങ്കിലും കസ്റ്റമർക്ക് ഈ ചെറിയൊരു പ്രൈസിന്റെ വണ്ടി 1 ലക്ഷം രൂപയെങ്കിലും മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാം. മാറ്റം വരുത്തി കൊടുക്കാം. 6,45 ചോദിക്കണ ചെറിയൊരു മാറ്റം വരുത്താം. അതായത് മാരുതി വണ്ടിയാണ്, വലിയൊരു ഡിഫറൻസിയേഷൻ എന്തായാലും മാർക്കറ്റിൽ വരാറില്ല. ഇനി പ്രൈസ് കൂടുതലാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിയ ഒരാളെ മൈൻഡും പാടെ ആലോചിക്കണം. അയാളെ നമ്മളെടുത്ത് നമ്മളൊരു പ്രോഫിറ്റും പാടെ കിട്ടിയിട്ടാണ് ഈ വണ്ടി വെക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ബഡ്ജറ്റിൽ വാങ്ങി നമ്മൾ എല്ലാരും മനസ്സ് നോക്കണം. വിൽക്കാൻ വരുന്നവന് നമ്മൾ നോക്കണം, വാങ്ങാൻ വരുന്നവന് നമ്മൾ നോക്കണം. ആർക്കാർക്കും ഈറല്ലാത്ത പിന്നെ പിരാക്കില്ലാതെ ചെയ്യണം. അപ്പൊ ഇത് കൊടുത്തോനും മോശമല്ല, എടുക്കുന്നവനും മോശമല്ല. 1 ലക്ഷം രൂപ 6 ലക്ഷം റുപ്യന്റെ വണ്ടിയുമ്പോ ഡിഫറൻസ് പറഞ്ഞാൽ നല്ല കിട്ടില്ല. എന്നാൽ ഇതിമ്മക്ക് വരുമ്പോ 10-20 ലക്ഷം റുപ്യന്റെ വണ്ടിയാണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വാഗനർ ഉണ്ട്. വാഗനറുമ്പക്ക് പോകുമ്പോ 2019 മോഡല്, സിംഗിൾ ഓണർ, 33,000 കിലോമീറ്റർ. 33,000 വെച്ചാൽ 19 നോർമൽ കിലോമീറ്റർ ആണ്. 4 വർഷത്തിന്റെ നോർമൽ കിലോമീറ്റർ ആണ്. ഓക്കെ, 5 ലക്ഷം രൂപ. 5 ലക്ഷത്തിന് സ്വന്തമാക്കാം അല്ലേ? VXI അല്ലേ? VXI അല്ലേ? ഓക്കെ. ഫ്രണ്ട് നല്ല അടിപൊളി ടയേഴ്സ് ആണ്. ഓക്കെ, പുറകെ വാഗണറിൽ അത്യാവശ്യം നല്ലൊരു കളറാണ്. നല്ല മാർക്കറ്റാ. അതെ, തീർച്ചയായും. ഈ 5 ലക്ഷം റുപ്യ നമുക്ക് ഇന്നോവയും കിട്ടും, ബെൻസും കിട്ടും, BMW കിട്ടും, വാഗനറും കിട്ടും. ട്രോളൊക്കെ ഉണ്ട്. 5 ലക്ഷം റുപ്യ വാഗനർ വാങ്ങി നമ്മളെ തുടക്കത്തിൽ ഒരു BMW കാണിച്ച 7 ലക്ഷത്തി സ്റ്റാർട്ടിങ് വീഡിയോ നമ്മുടെ തമ്പരയിൽ അതായിരുന്നു. അൻപാൽക്കാരുടെ കൂടെയുള്ള വീഡിയോ. ഓക്കെ,
അപ്പോൾ ഇത് 5,00,000 VXi വാഗണർ നോർമൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇനി അപ്പുറത്തൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രത്യേകതയുള്ള വാഹനമാണ്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ടാറ്റ ഹാരിയർ സാധാ, പക്ഷേ ഇത് ടാറ്റ ഹാരിയർ അല്ല. ഇത് റെഡ് ഡാർക്ക് എഡിഷൻ. അതെ, റെഡ് ഡാർക്ക് ഉപരി കേരളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയ റെഡ് ഡാർക്ക് എഡിഷൻ. അതാണ് ആദ്യത്തേതിനാണ് വില. ഓക്കെ, അതിനായിട്ടൊരു പ്രൈസ് ഒന്നും ആരും കൂട്ടി തരാം. 2023 മോഡൽ. ഇതൊരു 5000 സംതിങ് 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. 2023 6 മാസമായിട്ടേ വണ്ടി, ആകെ 6 മാസം പഴക്കുള്ളൂ. ഓക്കെ, അതായത് ഈ വാഹനത്തിലാണ് നമ്മൾ ഈ ഓട്ടോമാറ്റിക് അഡാസ് ടെക്നോളജി എല്ലാ ഫീച്ചേഴ്സും, പനോരമിക് സൺറൂഫ്, നമ്മൾ റോഡ് പോകുമ്പോ പിന്നെ ഇത് സെൻസർ അസിസ്റ്റന്റ്, എല്ലാം ഓട്ടോ സെൻസ്, ബ്രേക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷൻ. ഓക്കെ, ഇതിന് അന്ന് 30 ലക്ഷത്തി സംതിങ് ഈ കസ്റ്റമർക്ക് ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇതിന്റെ ചെറിയൊരു ഫേസ് ലിഫ്റ്റ് നമ്പറിലും ചെറിയൊരു മാറ്റം വന്നതിന് 33 സംതിങ് വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കണം. കാണാന് ഒക്കെ ഇതേപോലെ തന്നെ. അതായത് നമ്മളെ നോർമൽ ടാറ്റ ഹാരിയർ അല്ല, നമ്മൾ കുറച്ച് എന്താ പറയാ പ്രീമിയം കാറുകളിൽ കാണുന്ന ടൈപ്പ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത് അല്ലേ, സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ. ടാറ്റിന്റെ ഒരു കിടിലമാണ്. ഇത് ലാൻഡ് റോവറിന്റെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അതെ, പ്ലാറ്റ്ഫോം ഇതിമ കാണാണ്ട് റേഞ്ച് റോവർ ലാൻഡ് റോവർ ഉപയോഗിക്കുന്ന ഫീലാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് തീർച്ചയായും നമ്മൾ നോക്കുമ്പോൾ. ഡിഫൻഡറിന്റെ ഒക്കെ ചെറിയൊരു ചായയുണ്ട് ബാക്ക് ഇതൊക്കെ കാണുമ്പോൾ സൈഡ്. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊരു ഇപ്പത്തെ പ്രൈസ് നോക്കുകയാണെങ്കിൽ കസ്റ്റമർക്ക് നല്ല പ്രോഫിറ്റ് ആണ്. ഒരു 7-8 ലക്ഷം റുപ്യന്റെ മാറ്റമുണ്ട്. 26 ലക്ഷം റുപ്യക്ക് നമുക്ക് ഇത് കൊടുക്കാം. അതെ, വേറെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6000 കിലോമീറ്റർ 6 മാസം പഴക്കം. 6 മാസം പഴക്കം. ഇനി ഇത് കുറെ ആൾക്കാർ ചിന്തിക്കും എന്തുകൊണ്ട് ഈ കസ്റ്റമർ കൊടുക്കണം. താല്പര്യമാണ്. ഇദ്ദേഹത്തിന്റെ മകന് വേണ്ടി എടുത്തതാണ്. അയാൾ അമേരിക്കയിൽ പോയി സെറ്റിലായി. ഇദ്ദേഹം ഈ വാഹനം ഉപയോഗിക്കണമില്ല. പിന്നെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, പർപ്പസ് കാര്യമില്ല. ഇനി അദ്ദേഹം 2-3 വർഷം കഴിഞ്ഞ് വരുമ്പോൾ അപ്പത്തിന് ഇതിന്റെ ട്രെൻഡ് മാറി വേറെ വണ്ടികളുണ്ടോ അപ്പൊ അത് എടുക്കാലോ എന്നില്ല കാഴ്ചപ്പാടില് അവര് ശൈലിയാണ്. വണ്ടിക്ക് 100% നമ്മൾ ഗ്യാരണ്ടി, സ്ക്രാച്ച് പോലും വീണിട്ടില്ല. ഇത് വണ്ടി ഉപയോഗിച്ച് നോക്കണം. അടിപൊളിയാണ്. കാണാനുള്ള ലുക്കും പ്രത്യേകിച്ച് ബ്ലാക്കില് ഈ ഒരു എഡിഷൻ അത്രയും സേഫ്റ്റി ഉണ്ട്, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത്രയോ രൂപയുടെ മാറ്റം വന്നു കഴിഞ്ഞു. പിന്നെ ലോണിന്റെ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഇത് എടുത്ത് പറയാത്തത്. അൽഫാൽക്ക ലോൺ ചെയ്യുന്നില്ല, നമ്മൾ പണ്ടേ പറയുന്നതാണ് ലോൺ ചെയ്യുന്നില്ല സഫാരി കാസ്. നിങ്ങൾക്ക് ലോണിലുള്ള ടൈമും കാലാവധി ഒക്കെ തരും. ശരിക്കില്ലേ? ഇവിടെ എത്ര വണ്ടി ഇപ്പൊ ഏകദേശം നമ്മൾ എണ്ണിയപ്പോ 10-50 വണ്ടി ഉണ്ട്. അപ്പുറത്തെ ഷോറൂമിൽ വണ്ടി ഉണ്ട്, വീട്ടിൽ വണ്ടി ഉണ്ട്, നമ്മളെ വിന്റേജ് വണ്ടികൾ അണ്ടർഗ്രൗണ്ടിലുണ്ട്. ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു 50,000 ഡൗൺ പേയ്മെന്റിൽ അല്ലെങ്കിൽ 1 ലക്ഷം റുപ്യ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് വണ്ടി തരാറിഞ്ഞാല് ഈ വണ്ടി ഒന്നും ഒരാഴ്ച കൊണ്ട് പോകുന്നുണ്ട് എനിക്കറിയാം. ഉറപ്പാ, ഇവിടെ വരുന്നവരൊക്കെ നമുക്ക് ലോൺ എല്ലാവരും മാക്സിമം ലോൺ തന്നെ നോക്കുന്നത്. കാരണം നമ്മളോട് വീഡിയോയിൽ കമന്റ് ചെയ്യും നിങ്ങൾ തന്നെ ലോൺ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് പ്രേക്ഷകർ പറയുന്നതുകൊണ്ട് തന്നെയാണ് അവർ നോക്കുന്നുണ്ട്. ആവശ്യമില്ലോണ്ടാവും, ആവശ്യമില്ലാത്തവരുണ്ടാവും. നമ്മളെ എത്തിക്സിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പൊ നമ്മളൊരു ഇതൊരു വാഹനം വിൽക്കുന്ന ഷോറൂമാണ്. പക്ഷെ ഇവിടെ പൂച്ച ഉണ്ട്, മീനുണ്ട്, എല്ലാം ഉണ്ട്, കുതിര വരുന്നുണ്ട്, ഇവിടെ പാമ്പ് വരും. നമ്മളെ ഇഷ്ടങ്ങൾ എന്താണോ ആ ഇഷ്ടങ്ങളും. നമ്മളെ 5 മക്കളും ഇവിടെ ഉണ്ട്. 25 സ്റ്റാഫ് ഉണ്ട് എനിക്ക്. ഈ 25 ആളും കരുവാൻ്റെ എന്റെ കുട്ടികളെ മാതിരി. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് രസത്തിൽ ചിലപ്പോ 12 മണി വരെ ഞങ്ങൾ ഉണ്ടാവും. ഫുഡൊക്കെ കഴിച്ചു കച്ചവടത്തിലുപരി കച്ചവടം ചെയ്യുന്നുണ്ട്, ബിസിനസ്സും ചെയ്യുന്നുണ്ട്, നമ്മൾ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ രീതിയിൽ ഒക്കെപ്പാട് മിങ്കിളായിട്ട് പോവാം. ആൾക്കാർക്കും അടുപ്പില്ലാതെ എൻജോയ് ചെയ്ത് പോവാം. ആരെ കൊണ്ടും പിരാക്കും ശല്യം ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് അപ്പൊ എല്ലാരും ചോദിക്കും എന്താ അടവ് കൊടുക്കാത്ത, അതിന്റെ കാരണം പറയും. കാരണം ഞാൻ പറയില്ല, അടവില്ല, അത് പറഞ്ഞപ്പോ അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം, എന്തായാലും കിട്ടും. അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഇവര് ചെയ്തു തരും. 2 ഐറ്റം കസ്റ്റമർ അല്ലേ. ഇപ്പൊ ഈ വണ്ടി വാങ്ങാൻ വരണം, അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, നല്ല ജെന്യൂൻ കസ്റ്റമറെ വരിക, അത്യാവശ്യം നല്ല പൈസ ഉള്ള ആളെ വരുള്ളൂ. അദ്ദേഹം വന്നിട്ട് എന്നോട് 26 ലക്ഷം റുപ്യ പറഞ്ഞാല് അദ്ദേഹത്തിന് ലോൺ ഇടണമെന്നുണ്ടെങ്കിൽ എന്നോട് ലോൺ ചോദിക്കൂല. ഓര് പറയും 26 ലക്ഷം അല്ലേ, ഞങ്ങളൊരു 6 ലക്ഷം റുപ്യ അഡ്വാൻസ് തരാം, ബാക്കി ഞങ്ങൾ ഡെലിവറി എടുക്കാൻ വരുമ്പോ തരാം. അവര് പോയി ലോണോ എന്തോ ചെയ്തു വരും, നമുക്ക് പൈസ തന്നിട്ട് ഒരു ഡെലിവറി എടുത്ത് പോകും. നമ്മളത് അന്വേഷിക്കണ്ട. ഒരുവിധം കസ്റ്റമേഴ്സിനൊക്കെ അവർക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അത് അവര് റെഡി ആയിക്കോളും. നമ്മളതിന്റെ പിന്നാലെ കൂടുന്നില്ല എന്നുള്ളൂ. അത്രേ ഉള്ളൂ. ആർക്കെങ്കിലും അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ സമയം സാവകാശം നമ്മൾ കൊടുക്കും. അതാ ഞാൻ എടുത്ത് പറഞ്ഞത്, അതിന്റെ ടൈം ഓഫ് പീരീഡും പിന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണോ അതൊക്കെ ഓല് റെഡിയാക്കി നമുക്ക് ഫണ്ട് തരാം. നമ്മൾ വെയിറ്റ് ചെയ്തോളാം. 5 10 15 ദിവസം ജെന്യൂൻ കസ്റ്റമർ ആണ്, അവർ വില്ലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം കൊടുക്കാം. അത്രേ ഉള്ളൂ. ഈ ഒരു ലൈന് മൊത്തം ലോ കിലോമീറ്റർ വണ്ടികൾ ഇങ്ങനെ നിരത്തിയിട്ടേക്കാണ്. മിനി SUV, പോളോ, ബ്രസ. തീർച്ചയായും ഈ വണ്ടി പെട്ടെന്ന് പറഞ്ഞു ഇത് വെന്യൂ
വെന്യൂ 40,000 കിലോമീറ്റർ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. 10 ലക്ഷം റുപ്യന്റെ മേലെ വില ഉണ്ട് ഈ വണ്ടി. നമുക്ക് ആസ്കിങ് 890 സിംഗിൾ ഓണർഷിപ്പിൽ ക്ലീൻ വണ്ടി. അതേപോലെ ഇത് നമ്മളെ XUV 300 ഓട്ടോമാറ്റിക് വണ്ടി. അതർ സ്റ്റേറ്റ് ആണ്. ഇത് 30,000 കിലോമീറ്റർ അല്ലേ? 33,000 കിലോമീറ്റർ. ക്ലീൻ വണ്ടി പറഞ്ഞാൽ ക്ലീൻ വണ്ടി. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്ന വണ്ടിയാണ്. റേറ്റിംഗ് വരുന്ന വണ്ടിയാണ്. അതേപോലെ ബ്രസ ഓട്ടോമാറ്റിക്. ഇത് പിന്നെ 2019 8.25 ലക്ഷം റുപ്യ പെട്രോൾ ഓട്ടോമാറ്റിക്. അതേപോലെ Audi Q5 ആണ്. നമ്മളെ പ്രീമിയം സെഗ്മെന്റിലാണ്. ഇതൊരു കസ്റ്റമർക്ക് നോക്കാൻ വേണ്ടി ഇവിടെ കൊടുന്ന് വെച്ചത്. Audi Q5 വേണ്ടവർക്ക് 15.5 ലക്ഷം രൂപക്കൊക്കെ Q5 ഉണ്ട്. കേരള വണ്ടി, കേരള രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. കിടിലൻ വണ്ടി. അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് ഉൾപ്പെടുത്താം. അതേപോലെ അടിപൊളി ഒരു പോളോ അഫിയേ, ഇത് 2012 മോഡല്. 11 മോഡൽ. ഇത് 2000 പറഞ്ഞോളൂ. ഇത് 2011 മോഡലാണ്. 11 മോഡൽ പെട്രോൾ 1.6 റയർ ആണ്. റയർ പീസ് ആണ്. മറ്റേ സാധാ പോളോന്റെ വിലയിൽ ഇത് കൂട്ടരുത്. അതിലുപരി ഇത് കംപ്ലീറ്റ് പെയിന്റ് ചെയ്ത് ന്യൂ ഷേപ്പിക്ക് മാറ്റി GT ലുക്കിലെ കിടിലം വണ്ടി. സ്റ്റാരിങ്, സീറ്റാർ മൊത്തം വർക്ക് ഒന്നും പറയാനില്ല, ക്ലീൻ ആണ് വണ്ടി. പിന്നെ ഒരു പോളോ ഉണ്ട് 2019 മോഡല് 33,000 കിലോമീറ്റർ കംഫർട്ട് ലൈൻ വരുന്നുണ്ട്. കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ അല്ല. വണ്ടി ഉണ്ട്. പിന്നെ ടെറാനോ ഉണ്ട്. എത്ര വില വെച്ചിട്ട്? ടെറാന നമുക്കിത് 5.25 ലക്ഷം റുപ്യ 5,25,000 ടെറാനോ. അതേപോലെ ഒരു ഹോണ്ട അമേസ് ഉണ്ട്. 2021 മോഡല് സിംഗിൾ ഓണർ 12,000 കിലോമീറ്റർ പെട്രോൾ വണ്ടി, ഫുൾ ഓപ്ഷൻ VX. അപ്പൊ ഇതിന്റെ പറയാൻ ഇത്ര ഉള്ളൂ. ഇത്ര വണ്ടികളുണ്ട്. താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. ഇത് പറയുമ്പോഴത്തേനും മണിക്കൂറുകളാവും. നമ്മുടെ ചാനൽ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന ആളുകൾ തന്നെയാണ് അധികം. ഇപ്പൊ നമ്മള് കുറെ ആൾക്കാർ ചോദിക്കും അവിടെ വിന്റേജ് ആണ്. ഇപ്പൊ നമ്മൾ പ്രീമിയം സെഗ്മെന്റ് പോകുമ്പോൾ വേറൊരു തലത്തിൽ നമ്മൾ ചെയ്യും. കിലോമീറ്റർ ഉണ്ട്, മോഡൽ കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ പ്രീമിയം കൂടെ കണ്ടോളേ അല്ലേ? പ്രീമിയം കാണാം. നമ്മുടെ പണ്ടുണ്ടായിരുന്ന ഷോറൂം ഇപ്പൊ പ്രീമിയം കാറുകളുടെ ഒരു സെറ്റായി മാറ്റി. പ്രീമിയം കാറ് മാത്രം. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല, തൽക്കാലം ഇവിടെ തന്നെ ഉണ്ട് പ്രീമിയം കാർ. ബെൻസ് തന്നെയാണ് അൽഫാൽക്ക കൂടുതലും. ബെൻസ് BMW തന്നെയാണ് എടുക്കാറുള്ളത്. ഓടി ഉണ്ടായാലുണ്ട്. കോഡിന്റെ ഡെലിവറികൾ ഉണ്ടായിരുന്നു അല്ലേ? തുടങ്ങാം. എങ്ങനെ? ഇത് 2015 മോഡല് GLA 200. ഒരു മെഴ്സിഡീസിൽ എല്ലാവർക്കും ഒരു ഇപ്പൊ C ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ അത്യാവശ്യം മെയിൻ്റെനൻസ് കമ്മിയിൽ ഏതൊരാൾ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വേരിയന്റ് ആണ് GLA 200. ഒരു കോമ്പാക്ട് SUV. ആ ലുക്കും ഉണ്ട്, എല്ലാ ഓപ്ഷനും ഉണ്ട്. പിന്നെ ഒരു ന്യൂ ജെൻ ഇപ്പൊ ഇറങ്ങുന്ന ബെൻസിന്റെ ഒരു ഫ്രണ്ട് ലുക്ക് ആണെങ്കിലും ബാക്ക് ലുക്ക് ആണെങ്കിലും കിട്ടുന്ന വണ്ടിയാണ് 2015-14 മോഡലിലെ GLA. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മാർക്കറ്റും എൻക്വയറി ഉണ്ടാവാറുണ്ട്. കേരള വണ്ടി അല്ല ഇത് രണ്ടും വിത്ത് NOC കൊടുക്കാൻ പറ്റും. രണ്ടും സെയിം ആണ്. രണ്ടും സെയിം. 14 മോഡലും 15 മോഡലും. ഇതാവുമ്പോ സിംഗിൾ ഓണർഷിപ്പിലാണ്. അത് ഓണർഷിപ്പ് 4ാമത്തെ ആയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റമുണ്ട്. ഇതൊരു വർഷം മോഡൽ കൂടിയാലും ഇതിന്റെ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. ഇത് സിംഗിൾ ഓണർഷിപ്പിലാണ്. ഇത് രണ്ടിനും ഏകദേശം ഒരു പ്രൈസാണ് വരുന്നത്. എത്ര വരുന്നുണ്ട്? അത് നമുക്കൊരു 13,75 കൊടുക്കാം. ഇത് നമുക്ക് ഏകദേശം 13,75 ഫൈൻ. 13,70,90,000 നമ്മളിവിടെ ആസ്ക് ചെയ്യല്. ഫൈനലാക്കിയിട്ട് നമ്മൾ പറയാണല്ലേ? 13,75 നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2014, 2015 ആണ്. ഓണർഷിപ്പും ഫോർത്ത് ഓണർഷിപ്പ്. ആ ഓണർഷിപ്പിന്റെ വ്യത്യാസം കൊണ്ടാണ് ആ ഒരു റേറ്റ് സെയിം ആയിട്ട് വന്നത്. ബാക്കി അടുത്തേതാ? ഇത് നമുക്ക് 2013 മോഡല് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ പനോരമിക് സൺറൂഫ് വരുന്ന C ക്ലാസ്സിൽ 250. അതായത് 11-ന് ശേഷം ഫേസ് ലിഫ്റ്റ് വന്ന ഒരു മോഡലാണിത്. 12-13 വന്ന ഒരു മോഡൽ C ക്ലാസ്. ഇതും ഒരു ബെൻസ് അല്ലെങ്കിൽ ഒരു പ്രീമിയം വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സ്റ്റാർട്ടിംഗിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. മെയിൻ്റെനൻസ് കുറവായിരിക്കും. മൈലേജും കിട്ടും. ഒരു 15 കിലോമീറ്ററിന് മേലെ ഡീസലിന് എന്തായാലും മൈലേജ് കിട്ടും. പിന്നെ ഒട്ടനവധി ഓപ്ഷൻസ് അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ്. കേരള വണ്ടിയാണ്. ഇതൊരു ഓഫർ പ്രൈസിലും കൊടുക്കാം. 10,90. 10,90,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കേരള വണ്ടിയാണ് കേട്ടോ. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ നമ്മൾ എടുത്ത് പറയാണ്. നമ്മള് അടുത്തതിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് E-ക്ലാസ് ആണ്. ഏതാണിത്? E-ക്ലാസ്സിൽ 250 ആണ് അല്ലേ? 2011 മോഡൽ E250. അതായത് ഫേസ് ഇവിടെ 2 ഹെഡ്ലൈറ്റ് വരുന്നത്. സിംഗിൾ ഹെഡ്ലൈറ്റ് വരുന്ന ഫേസിക്ക് ഇത് മാറ്റാനും പറ്റും, കൺവേർട്ട് ചെയ്യാനും പറ്റും. ഇത് 7.25 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ചെറിയൊരു പ്രൈസിന് നല്ല അടിപൊളി ഒരു E-ക്ലാസ് വാഹനം എടുക്കാൻ പറ്റും. റീ രജിസ്ട്രേഷൻ അവർ ചെയ്യണം. ഇപ്പൊ നമ്മുടെ S-ക്ലാസ് ഉണ്ടോ? സ്റ്റോക്ക് ഉണ്ടോ? S-ക്ലാസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന്റെ വണ്ടി കൊടുത്തു. ഇപ്പൊ വണ്ടി അടുത്ത് തന്നെ
അൻഫാൽക്ക് ഏതാ ഉപയോഗിക്കുന്നത്? ഞാൻ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ബെൻസ് തന്നെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബെൻസിൽ ഏറ്റവും ഇപ്പോൾ നമ്മൾ പറയാം എസ് ക്ലാസ് കുറച്ച് ഉപയോഗിച്ചു. എസ് ക്ലാസ് പറയുമ്പോൾ ഒരു സഡാൻ ടൈപ്പ്, അത് നേരെ ഈ SUV-ക്ക് വരുമ്പോൾ GLS. ഓക്കെ, അതിൽ വരുന്ന GL 350 ആണ് ഇപ്പോൾ നമ്മളെത്തില്ല വണ്ടി. എങ്ങനെ പേഴ്സണൽ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഒന്ന് ഇന്നോവയാണ്, പിന്നെ ബെൻസാണ്. അതായത് ഉപയോഗിക്കാൻ എനിക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടം ഈ GLS ആണ്. കാരണം വലിയൊരു വണ്ടിയാണ്, അത്രത്തോളം കംഫർട്ട് ഉണ്ട്. പിന്നെ അതിലിരുന്ന് പോകുമ്പോൾ കിട്ടുന്ന നമ്മൾ ആ റോഡ് പ്രസൻസ്, അതിൻ്റെ ആ ബ്രാൻഡ് വാല്യൂ, പിന്നെ അതിൽ വരുന്ന ഫീച്ചേഴ്സ് ഓപ്ഷൻസ്, പിന്നെ V6 എഞ്ചിനാണ്, എല്ലാ പവറും. പിന്നെ 1,40,00,000 രൂപ വില വരുന്ന ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ് GLS. ആ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ യൂസർക്ക് എടുത്ത് നമ്മളെ തിയറിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വേറെ ലെവലാണ്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി നമ്മളെടുത്തുണ്ട്. അത് ഒറിജിനൽ കേരള വണ്ടിയാണ്. അല്ല, അത് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഒരുപാട് വരുന്നുണ്ട്. കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നാളെ കൊടുക്കുമ്പോൾ ആൾക്കാർ പറയും ഇതല്ലേ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ കൊടുക്കും. അതിൽ ആ വണ്ടീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ AMG കിറ്റ് ആറ്റിയ വണ്ടിയാണ്, ബമ്പറും ബാക്ക് ബമ്പറും. അതേപോലെ ഞാൻ ദുബായിൽ നിന്ന് വരുത്തിയിട്ട് ഒരു കിഡിലെ അലോയിൽ ഇന്റീരിയർ നമ്മളെ GL 63 ഉണ്ട്, 2 ചില്ലാൻ കോടി രൂപ വരുന്നത്. അതിന്റെ ടൈപ്പ് നമ്മളെ G-Wagonന്റെ ഒക്കെ ഇന്റീരിയർ പോലെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ലൊരു അടിപൊളി നമ്പറൊക്കെ പാടെ കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാ, 9 നമ്പർ KL18M009. അപ്പൊ നമ്മളെ പേർക്കൊക്കെ മാറ്റിന്റെ പേരിലാണ് വണ്ടി ഉള്ളത്. വണ്ടിനെ പറ്റി പറയുമ്പോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എന്റെ മനസ്സിന് ഇണങ്ങിയ ഒരു വണ്ടി കാണുമ്പോൾ ഞാൻ നിർത്തും, നമ്മൾ ഉപയോഗിക്കും. കാരണം നമ്മളെ ആഗ്രഹങ്ങളും പാടെ തീരണം. ഞാനൊന്നും ഒരിക്കലും എന്റെ ചെറുപ്പത്തിൽ ഞാൻ കരുതിയില്ല GL 350 ഒക്കെ എടുത്ത് ഉപയോഗിക്കും. ഞാൻ ചെറുപ്പത്തിൽ തമിഴ്നാട്ടിൽ ഊട്ടിക്ക് ടൂർ പോയപ്പോൾ ഈ ഒരു GL കണ്ടിട്ട് ഞാൻ അതിന് ചാരി നിന്ന് ഫോട്ടോ എടുത്തിരുന്നു TN-ൽ. ആ ഫോട്ടോ പണ്ടുണ്ട് കുട്ടിയായപ്പോ, ഇപ്പം ചെറുതുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഫോട്ടോ എടുത്തൊരു ഫ്ലാഗ് ഒക്കെ അല്ലേ വണ്ടിയാ. ഫോട്ടോ എടുത്തപ്പോൾ അതിന്റെ ഡ്രൈവറൊക്കെ പാടെ വന്നിട്ട് നമ്മൾ മാറാന്ന് പറഞ്ഞില്ല, അവരൊക്കെ വന്ന് ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാധനം ഇപ്പൊ നമ്മളെ പേരിൽ നമ്മൾ ഓൺ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ അച്ചീവ്മെന്റ്, നമ്മൾ ആഗ്രഹം. ഇനി നമുക്കത് കൊടുക്കാം, അത് നമ്മൾ അച്ചീവ് ചെയ്തു. അതിന്റെ മേലൊക്കെ എന്തോ ആഗ്രഹിക്കുക, നമുക്ക് എത്തിപ്പെടാൻ അറിയില്ല. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വണ്ടി ഉണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ ഈ നിമിഷം വരെ, കഴിഞ്ഞ ഒരു ദിവസം വരെ കസ്റ്റമർ വരുമ്പോൾ നമ്മൾ കൊടുക്കാൻ തിരക്കില്ല, ഞാൻ ചോദിച്ചു നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഇനി 2 മാസം ഫുള്ള് യാത്രകളാ. ഈ ദുബായി പോവാണ്ട്, ചൈനയിൽ പോവാണ്ട്. ഭാഗ്യം, ഞാൻ കറക്റ്റ് ടൈമിലാണ്. അനിയന്റെ ഒരു കല്യാണം ഉണ്ട്, കഴിഞ്ഞാൽ പിന്നെ യാത്രകളാ. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് വരണം. അല്ലെങ്കിൽ ഇവിടെ അനിയന്മാര് ഫുള്ള് കംപ്ലീറ്റ് റെഡിയാണ് അവതരിപ്പിക്കുക. ആദ്യം ഞാൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ വേണ്ടിട്ടേ എല്ലാരോടും പറഞ്ഞു, ആരും നിന്നില്ല. ലാസ്റ്റ് ഞാൻ നിൽക്കണം. എന്റെ ക്യാമറയുടെ മുന്നിൽ നിർത്തിയ ഒരാളാണ്. അത് ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എവിടെയും പറയലുണ്ട്. ടീം ടെക്കിന്റെ ചാനലിലാണ് സത്യത്തിൽ ഞാൻ യൂട്യൂബിനെ പറ്റി മനസ്സിലാക്കുന്നതും വരുന്നതും. അപ്പൊ ഇങ്ങനെ സാധ്യത വന്നു. പിന്നെ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും, ഒരു യൂസർ കാറിന് ഷോറൂമിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണത് നമ്മളാണ്. അല്ല, ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ യൂസ്ഡ് കാർ ഷോറൂമുകാർ മൊത്തം ചാനൽ ട്രെൻഡിങ് ആക്കി തുടങ്ങി. അതായത് ഇൻസ്റ്റാ പേജ്, യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇവിടുന്നാണ്. മൂപ്പര് ചെയ്തു. അപ്പൊ നമുക്കൊരാഗ്രഹം വന്നു. മൂപ്പര് അന്ന് നല്ല സപ്പോർട്ട് ചെയ്തിട്ട്. ചിലപ്പോൾ എല്ലാ യൂട്യൂബർമാരും എന്താ പറയാ, വേണ്ട അത് തുടങ്ങണ്ട, അങ്ങനെ ശരിയല്ല. മൂപ്പര് അങ്ങനെയല്ല ചെയ്ത്, നിങ്ങൾ തുടങ്ങിക്കോളൂ, നിങ്ങളുടെ രീതിയിൽ നിങ്ങളും ചെയ്യും, നമ്മളെ രീതിയിൽ നമ്മളും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഇന്ന് ആർക്കും മോശമല്ലാതെ പോകുന്നുണ്ട്. അതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഇപ്പൊ ഇന്നോട് ഒരു യൂസർകാരന്റെ ഷോറൂമാര് ഇപ്പോൾ ഇന്നലെ ഇന്റെ മെസ്സേജ് ഉണ്ട്, എന്റെ സുഹൃത്താ യൂസർകാർ ഷോറൂം നടത്തുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അജു വന്നിട്ട് എന്റെ ഷോറൂം ഒന്ന് വീഡിയോ ഇട്ടുതരുമോ. അപ്പൊ അദ്ദേഹത്തിന് ചോദിക്കാനുള്ള മനസ്സ് വന്നത് എന്താണോ, ഇന്നെ ശരിക്കും അറിയണോണ്ടാ. ഞാൻ ചെല്ലുന്നു അയാൾക്ക് ചെയ്തു കൊടുക്കുന്നു, അതിന് കുയിന്തില്ലാന്ന് മൂപ്പർക്കാര്. അതായത് പടച്ചോൻ പണ്ട് എഴുതിക്കും ഞമ്മക്കില്ലത് കിട്ടും. അത് നമുക്ക് ഇല്ലാത്താണെങ്കിൽ നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ ചുണ്ടിന്റെ അടിയിൽ നിന്ന് വറ്റിച്ചാടും. അതിൽ അടി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ടെൻഷൻ അല്ല. ഓൽക്കില്ലത് ഓൽക്ക്, ഞമ്മക്കില്ലേ നമ്മൾ നമ്മളെ റൂട്ടിൽ പോയിട്ടേ ഇരിക്കുക. ബാക്കിയുള്ളവരും ട്രൈ ചെയ്ത് ഓല് വളർന്നു വരുമ്പോൾ നമുക്ക് അതിൽ സന്തോഷം. നമ്മളെ മാതൃകയാക്കുണ്ടല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാല്, മേബാക്കിലേക്ക് വരികരുത്. എസ് ക്ലാസിനെ കൊണ്ട് അതാ ചോദിച്ചത്. എസ് ക്ലാസ് കുറെ കൺവേർഷൻ നടത്തി മേബാക്ക് ആക്കാൻ നോക്കുന്ന, അതാ ചോദിച്ചത്. അപ്പൊ എസ് ക്ലാസ് ഇപ്പൊ സ്റ്റോക്ക് വരാനുണ്ടോ? വരാണ്ട്. അതായത് ഇപ്പൊ നമ്മൾ 2-3 വണ്ടി കൊടുത്തിന് എസ് ക്ലാസ് നമ്മളെ വീഡിയോയിലൊക്കെ ഉണ്ടായല്ലോ. ഒരു വണ്ടി കൊടുത്താൽ തന്നെ അത് മേബാക്ക് മാറ്റിയിട്ടുണ്ട്. അതിന്റെയൊക്കെ റിസൾട്ട് ഭയങ്കരമാണ്. കാരണം പ്രീമിയം നല്ല അടിപൊളി. പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇത് വർക്ക് എടുക്കുമ്പോൾ ഈ മേബാക്ക് ആയിക്കോട്ടെ, GLS ആയിക്കോട്ടെ, പ്രീമിയം വണ്ടികളായിക്കോട്ടെ, അതിന്മേൽ തൊടുമ്പോൾ അതിന്റെ കറക്റ്റ് തൊട്ടില്ലെങ്കിൽ ഇതിന്റെ വയറിംഗ് കിറ്റ് കാര്യങ്ങൾ കോംപ്ലിക്കേഷൻസിൽ വന്നാൽ മെക്കാനിക് ട്രബിൾ വരും.
ട്രബിൾ വരും. പക്ഷെ അത് ചെയ്തു വന്ന 2 കോടിന്റെ വണ്ടിയാണ് നമ്മൾ ഈ 10 ലക്ഷം രൂപയ്ക്ക് ഉപയോഗിക്കുന്നത്. അതെ, തീർച്ചയായും. അതായത് 8-10 ലക്ഷത്തിൽ നിങ്ങൾക്ക് എസ് ക്ലാസ് കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാൻ ഞാൻ ഫസ്റ്റ് എടുക്കുന്ന മാരുതി 800 4 ആൾ കൂടിയിട്ട് എടുക്കണം. അത് ഞങ്ങളൊരു 10 കിലോമീറ്റർ പോകുമ്പോഴത്തേന് ബൈക്കൊക്കെ വണ്ടിയാണ്. 15-16 വയസ്സിൽ നമ്മൾ ഡ്രൈവിംഗ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു പിന്നെ ഫിയറ്റ് പത്മിനി, പിന്നെ ഒരു അൾട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ 1 ലക്ഷം റുപ്യ ലോൺ ഇട്ട് 1 ലക്ഷം റുപ്യ ലോൺ ഇട്ട് ആ ലോൺ അടക്കാൻ EMI അടക്കാൻ പറ്റാതെ വന്ന് ഞാൻ ആ വണ്ടി ലോണിൽ വേറൊരാൾക്ക് കൊടുത്ത് അയാൾ ലോൺ അടക്കാതെ വന്ന് അതിന്റെ ഫൈനും കാര്യങ്ങളും എന്റെ പേരിൽ വന്ന് രണ്ടാമത് ഞാൻ ആ വണ്ടി ഇതൊക്കെ 17-18 വയസ്സിൽ ആ വണ്ടി ഞാൻ തിരിച്ചെടുക്കുക. അന്നൊക്കെ എനിക്ക് ഞാൻ അനുഭവിച്ച ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത്രത്തോളം. അന്ന് മുതൽ നമ്മൾ ഇതിന്റെ എല്ലാ കോംപ്ലിക്കേഷൻസും പഠിച്ചിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ സാധാ ഒന്നും അറിയാതെ നമ്മൾ വണ്ടി കച്ചവടം ചെയ്യാൻ വന്നപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ കെണിയിൽ നമ്മൾ പെട്ടു, നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടു. ഓരോ കാര്യങ്ങൾ അപ്പൊ അതിന് ഒന്ന് പെട്ടാ പിന്നെ അത് നമ്മൾ കൊന്നാലേക്ക് പോണില്ല, മാറ്റം വരുത്തി ദൈവത്തിന് നന്ദി അങ്ങനെ പോകുന്നുണ്ട് ഉഷാറായിട്ട്. അപ്പൊ അത്രയേ ഉള്ളൂ സഫാരി കാസിന്റെ പുതിയ വിശേഷങ്ങൾ. മൊത്തത്തില് ഇനിയും വർക്ക് ഉണ്ടല്ലേ? ഫോർച്യൂണറാളെ നമ്മൾ കാണിച്ചിട്ടില്ല. ഫോർച്യൂണർ, ഇന്നോവ ക്രിസ്റ്റ ഒക്കെ ഉണ്ട്. ലെജൻഡർക്ക് മാറ്റിയതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഒരു ഷോർട്ടിൽ ഇങ്ങനെ കാണിച്ചു. ഇതിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരുപാട് വാഹനങ്ങൾ ഇനിയും ഉണ്ട്, ആദ്യത്തെ യാർഡിലും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കോണ്ടാക്ട് ചെയ്യാം. ഇനി എപ്പോഴാണ്? ഒരുപാട് സന്തോഷം. കാരണം ഇത് മനസ്സ് തട്ടിയിട്ടാട്ടോ പറയുന്നത്. കാരണം നമ്മളൊരു വളർച്ചയിൽ നമ്മളെ പഴയ മുതൽ നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ആളുകളിൽ ഒരാളാണ് നിങ്ങൾ. സഫാരി കാർസിന്റെ സ്നേഹമുള്ളതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളിപ്പോഴും കൂട്ടിപ്പിടിച്ചൂല. അതിന് ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷം. നമുക്ക് സപ്പോർട്ട്. കാരണം നമ്മൾ ആദ്യമായിട്ട് ചാനലിൽ ടൊയോട്ട വണ്ടികളുടെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അൻഫാൽക്കാന്റെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അത് വെച്ചാൽ അത് വേറൊരു ഹൈപ്പായിരുന്നു. ആ വീഡിയോ ആ സമയത്ത് കയറിയ ഒരു ഹൈപ്പ് വേറെ നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനി തുടർന്നുണ്ടാവണം. നമ്മളെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടാവും, നമ്മളെ പ്രാർത്ഥനയിൽ നമ്മൾ അതേപോലെ നമ്മൾ കാണുന്ന വ്യൂവേഴ്സ് ഉൾപ്പെടുത്തുക. അതേപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. ഇനി എപ്പോഴാ? ഇനി അടുത്തത് അധികം വൈകാതെ തന്നെ ഇൻഷാ അല്ലാ. ഞാൻ ഈ കല്യാണം കഴിഞ്ഞിട്ടാണ് യാത്രകളില്ലേ, ഇനിയിപ്പോ നമുക്ക് അടുത്ത മാസാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വരിക, അവിടെ അനിയന്മാരുണ്ടാവല്ലോ. ഈ വാഹന വിശേഷങ്ങൾ അടിപൊളിയായിട്ട് വരും. ആയിക്കോട്ടെ. അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് ചാനലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അതിന് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.